ഡേ മാക്രി, എന്താടാ പുല്ലേ? അയ്യവ പൊളിച്ചു. ഞാൻ വിചാരിച്ചു നീ തേപ്പിട്ടി വിഷമത്തിൽ ഇരിക്കുകയാണെന്ന്. അൻവിക്ക് അവളെ നോക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ദേ അൻവി, എന്റെ വായിരിക്കുന്ന കേൾക്കേണ്ടി നീ എന്റെ കൈവിട്ട് മാറിന്നോ? അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. പടച്ചോനെ, തേപ്പ് കിട്ടിയപ്പോ നിന്റെ ഉള്ളറിയുകയും പോയോ? അവൻ അന്തം വിട്ട് തലക്ക് കൈവച്ച് നിന്നു. പുല്ലേ, നിന്നോട് ഒരു തവണ പറഞ്ഞു വേണ്ടാന്ന്. ഇനി ഇവിടുന്ന് ചൊറിഞ്ഞാലേ നിന്റെ പുറത്ത് ഞാൻ പഞ്ചാരിമേള നടത്തും, അറിയാലോ എന്നെ. തൻവി അവനെ കൂർപ്പിച്ച് നോക്കി. യോ വേണ്ടായി. ഡീ, നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അവൻ പോട്ടടി. അവന് വേടാ ഒന്നിന്നേ. എന്തോന്നിടേ ഇത്? അവൻ പോട്ടടി. നിന്നെ പോലെ പെണ്ണിനെ കിട്ടാനുള്ള ഭാഗ്യം അവനില്ല എന്നൊക്കെയല്ലേ പറഞ്ഞോണ്ട് വരുന്നത്. ഒന്ന് പോയടാ. അവള് പറയുന്നേട്ട് അൻവി വായും തുറന്ന് നിന്നു. ഡാ പോത്തെ, നീ ആ വായന്ന് അടച്ചു വെക്ക്. അവനെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അസ്ഥിക്ക് പിടിച്ചാണെന്നൊക്കെ ചോദിച്ചാൽ അസ്ഥിക്ക് പിടിച്ച് വരുമായിരുന്നു. അവന്റെ ലക്ഷ്യം മറ്റു വലുതാണെന്ന് മനസ്സിലായപ്പോൾ അവനായിട്ട് തന്നെ ഒഴിഞ്ഞുപോയി. എന്ന് വെച്ച് ചില പെമ്പിള്ളേരെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കാന്ന് എനിക്ക് പറ്റില്ല. അവൻ പോയി നീ പോട്ടെന്ന് വെക്കാനും പറ്റില്ല. അവന് നല്ലൊരു 8ന്റെ പണി കൊടുത്തില്ലേ പിന്നെ ഞാൻ എന്തിനാ പെണ്ണാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? അവളൊരു കണ്ണിറുക്കി കൊണ്ട് ചോദിച്ചു. നീ ഇത് എന്ത് ചെയ്യാൻ പോവാ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. നീ വാ, പ്ലാനൊക്കെ റെഡിയാ. ഈശ്വര, ഈ കുരിപ്പ് എന്തൊക്കെയാണ് അവന് കാണിച്ചു വെക്കാൻ പോകുന്നത്? അൻവി തലയിൽ കൈവച്ചുകൊണ്ട് അവൾക്ക് പുറകെ നടന്നു. ഇത് നമ്മുടെ തൻവി എന്ന തനു. പുള്ളി ഡിഗ്രി കഴിഞ്ഞ് നല്ലൊരു തേപ്പും കിട്ടി നിൽക്കുവാണേ. തേച്ചത് വേറെ ആരുമില്ല, നമ്മുടെ അൻവിയുടെ സ്വന്തം കസിൻ തന്നെ. അതാണ് ഓന് ഇത്രയ്ക്ക് ദേഷ്യം. പിന്നെ അൻവിയും തനും ഒരുമിച്ച് പഠിച്ചാണെന്ന് വിചാരിച്ചേക്കല്ലേ? ഓളേക്കാൾ 5 വയസ്സ് മേലെയാണോ? പിന്നെ ഇങ്ങനെ അവർ ചങ്കും കരളുവായെന്ന് വെച്ചാൽ അതൊരു വലിയ കഥയാ. ചുരുക്കി പറയാം, നമ്മുടെ തനു +2 പഠിക്കുന്ന കാലം. തനു ആളൊരു തൻ്റെടിയാണേ. അപ്പോൾ ഓളുടെ ഫ്രണ്ടിനെ ആരോന്ന് ചൊറിഞ്ഞ് കയ്യിൽ കയറി പിടിച്ചു. ഓള് കരഞ്ഞു പിടിച്ച് തനുവിൻ്റെ അടുത്തെത്തി. പിന്നെ അറിയാലോ, അക്രമം നമ്മുടെ കൊച്ചിൻ്റെ മുമ്പിൽ നടക്കില്ലെന്ന്. അവള് ചെല്ലുമ്പോൾ നമ്മുടെ ഗതാനായകൻ ബൈക്കിന് മേലെ കയറി തിരിഞ്ഞിരിക്കുകയായിരുന്നു. കൂടെ കുറെ വാലുകളും. നമുക്ക് പിന്നെ വാലും തലയൊന്നും നോട്ടില്ലല്ലോ. ഓടി വന്ന് അവന്റെ പുറത്ത് നോക്കി തന്നെ ഒരു ചവിട്ട് കൊടുത്തു. ചെക്കൻ ബൈക്കോടുകൂടെ തന്നെ ദേ കിടക്കുന്ന താഴെ. ഓൻ എണീറ്റ് വന്നപ്പോൾ കാണുന്ന ഈ കുരിപ്പിനെ ആദ്യം ഒന്ന് വായിച്ചെങ്കിലും പിന്നെ കിട്ടിയത് കയ്യിൽ വെച്ച് നടക്കുന്ന ശീലം ഓനും ഇല്ലായിരുന്നു. കൊടുത്തു തിരിച്ചും കരണം പോച്ച ഒരെണ്ണം. എല്ലാം കഴിഞ്ഞ് കലി പൂണ്ടി രണ്ടു നിൽക്കുമ്പോഴാണ് തനുവിന്റെ ഫ്രണ്ട് വന്ന് ആള് മാറിപ്പോയ കാര്യം പറഞ്ഞത്. ക്ഷമ പറഞ്ഞ് വണ്ടി രണ്ടുപേർക്കും ശീലമില്ലാത്തതുകൊണ്ട് രണ്ടും കൂടെ ഒറിജിനൽ കോഴി അങ്ങ് കയറി മേഞ്ഞു. അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് ഔട്ട് ചെയ്ത്. പിന്നെ അങ്ങ് ചങ്കും കരളുമായി മാറി. അൻവിക്ക് 1 വർഷം മുമ്പ് നേവിയിൽ ജോലിയിട്ട് പോയപ്പോഴാണ് അവരൊന്ന് അകന്ന് നിന്നിട്ടുള്ളത്. അതിനിടയിലായിരുന്നു തനുവിനോട് അൻവിയുടെ കസിന് തോന്നിയ പ്രണയം. അൻവിയുടെ കസിൻ ആയതുകൊണ്ട് കണ്ണും പൊട്ടിയോളം ഓക്കെ പറഞ്ഞു. വേറെ ആളെ കിട്ടിയപ്പോൾ ഓളെ നൈസായിട്ട് ആ ഊളെ അങ്ങ് തേച്ചു. അൻവി ലീവിന് വന്നപ്പോഴാണ് ഈ വിവരമൊക്കെ അറിയുന്നത്. അപ്പോഴേ അവനിട്ട് 2 കൊടുക്കാൻ പോയ അൻവിയെ തടഞ്ഞു നിർത്തിയത് തനുവാണ്. അവനുള്ള ഓൾക്ക് ഒറ്റ കൊടുക്കണമെന്ന്. എന്താ ചെയ്യുക, ഓന്റെ വീതി. ഡീ, നീ ഇത് എന്ത് കാണിക്കാനാ പോകുന്നത്? അതെങ്കിലും പറയടി കുരിപ്പേ. നീ അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. വീട്ടിൽ നിന്നിട്ടൊരു സമാധാനമില്ല. വീട്ടിലാണ് ഈ കല്യാണാലോചനയുടെ ബഹളാ. ആഹാ, അപ്പം നിനക്കുള്ള കുരുക്ക് റെഡിയായി തുടങ്ങിയല്ലേ? കൊള്ളാം, അത് കലക്കി. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ കെട്ടി പോണം മിസ്റ്റർ. അവനവളെ കളിയായിക്കൊണ്ട് പറഞ്ഞു. തനുടി, ഞാൻ എന്തുവാടാ നിനക്ക് വിൽക്കലുണ്ടോ? നീ എനിക്കങ്ങനെ കൊഞ്ചാനും കുഴയാനൊന്നും അറിയില്ലെന്ന് എനിക്കറിയാലോ. വളച്ചിട്ടില്ല ഞാൻ ചോദിക്കട്ടെ. ഞാൻ നിന്നെ കെട്ടിക്കോട്ടറി പെണ്ണേ. അവൻ നിന്നെ തേച്ചോട്ടുള്ള സാധാപം കൊണ്ടൊന്നല്ല, ഇഷ്ടമായിരുന്നു. എപ്പോഴാണ് എന്നാണെന്നൊന്നും അറിയില്ല. എന്നെ സഹിക്കാൻ പറ്റി കൂടെ കൂടി 2 അടിക്കുമ്പോൾ കമ്പനി തരാനും ദേഷ്യം വരുമ്പോഴത്തേന് കീറാനും ഒരാളായല്ലോ. അവൻ കണ്ണിറക്കിക്കൊണ്ട് തനുവിനെ നോക്കി. തനുവൊന്ന് പുഞ്ചിരിച്ചു. ഡാ, നമുക്ക് അതൊന്നും വേണ്ടടാ, ഇത് തന്നെയല്ലേ നല്ല ഫ്രണ്ട്ഷിപ്പ്. ആവുമ്പോൾ 2 പറഞ്ഞാലും നീ എന്നെ വിട്ടു പോകില്ല, ഞാനും നിന്നെ വിട്ടു പോകില്ല. പ്രണയം തുടങ്ങിയ പിന്നെ ഒരുമാതിരി അലമ്പാവും. ഇത് മതി. നീ ഞാൻ പറയുന്നത് ഇനി നീയൊന്നും പറയണ്ട, എനിക്ക് താല്പര്യമില്ല. അവന്റെ കണ്ണുകൾ നിറയുന്ന കണ്ടു കാണാത്ത പോലെ അവൾ തിരിഞ്ഞു നടന്നു. കുറച്ച് നടന്നു കഴിഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കി. ഡാ പുല്ലേ, നീ ആര് സ്വപ്നം നിൽക്കുക? വരുന്നുണ്ടോ നീ? എനിക്ക് പോയിട്ട് പണിയുള്ളതാ. അൻവി മുഖത്തൊരു പുഞ്ചിരി എത്താൻ ശ്രമിച്ചുകൊണ്ട് അവൾക്കൊപ്പം നടന്നു. ദിവസങ്ങൾ കടന്നുപോയി. തനു അവനിട്ടൊരു പണി കൊടുക്കുമെന്ന് പറയുന്നല്ലാതെ കാര്യമായി ഒന്നും നടക്കുന്നത് കാണുന്നില്ല. ഡീ തനു, അൻവി വിളിച്ചു പോയിക്കൊണ്ട് അനുവിന്റെ വീട്ടിലെത്തി. ആ മോനോ? തനുവിന്റെ അമ്മ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു. അമ്മ തനുവോടെ? അവളിതേ കിടന്നുറങ്ങുന്നു. ഉച്ചക്കോ? ആ, അതിന് പിന്നെ ഉച്ചയെന്നോ രാവിലെ എന്നോ ഒന്നുമില്ല. പറഞ്ഞാൽ കേൾക്കണ്ടേ കുരിപ്പ്. നാളെ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടതാണല്ലോ വല്ല വിചാരമുണ്ടോ? പിന്നെ മോൻ? ആ മതി, ബാക്കി ഞാൻ പറഞ്ഞോളാം. തനു കണ്ണു തിരുമ്മി കൊണ്ട് പുറത്തേക്ക് വന്നു. എന്താടാ കാര്യം? അവൾ അവന് നേരെ തിരിഞ്ഞു. ഡീ, നീ വന്നേ. അവൻ അവളെ പിടിച്ച് പുറത്തേക്ക് കിടന്നു. നീ കാര്യം പറ. തനു, ഡീ, എന്റെ കല്യാണം ഫിക്സ് ചെയ്തിടി. അത് കേട്ട് തനു അവനെ സംശയത്തോടെ നോക്കി. നീ അറിയാതെയോ? ആടി, എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് പറയാം, അടുത്ത മാസം 15-ന് കല്യാണമെന്ന്. എനിക്കൊന്ന് കാര്യമുണ്ടല്ലോ. പെണ്ണിനെ പോലും ഞാൻ കണ്ടിട്ടില്ല, അറിയുന്നു നിനക്ക്? ആഹാ, അപ്പൊ പെണ്ണിനെ കണ്ട നിനക്ക് ഓക്കെ ആയിരുന്നോ? പെണ്ണിനെ കണ്ട് നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞേനെ. അതെന്താ? നിന്റെ കല്യാണം കഴിയാൻ ഞാൻ കിട്ടില്ല.
അയ്യടാ, നീ അത്രയ്ക്ക് ഉദാരമസ്കരൊന്നും ആവണ്ട. ഓനൊരു 8ന്റെ പണി കൊടുക്കാൻ ഞാൻ കെട്ടില്ല. അത് ഞാൻ തീരുമാനിച്ചതാ. എടി കോപ്പെ, ഞാൻ അന്നേ പറഞ്ഞല്ലേ ഓനുള്ള ഞാൻ മെനക്ക് കൊടുക്കാന്ന്. അപ്പോഴും ഒടുക്കത്തൊരു പണി. എന്നിട്ടിപ്പോ പോലെ നടക്കുന്നുണ്ടോ? അതുമില്ല. ആൻവിക്ക് ദേഷ്യത്തോടെ തനുവിനെ നോക്കി. എന്റെ കാര്യം നോക്കി നീ തല പോക്കണ്ട. ഏതായാലും അടുത്ത മാസം കെട്ടാനൊരുങ്ങിയിരുന്നോ? ഓവ, ഇതെങ്ങനെ പൊളിക്കണമെന്ന് എനിക്കറിയാം. ഈ തൻവിയാണ് നിന്റെ കല്യാണം തീരുമാനിച്ചെങ്കിലേ എനിക്കറിയാം അതെങ്ങനെ നടത്തണമെന്ന്. നീ അവൻ വിശ്വാസം വരാത്ത പോലെ അവളെ നോക്കി. ആ ഞെട്ടണ്ട, ഞാൻ തന്നെയാണ് നിന്റെ പെണ്ണിനെ പോയി കണ്ടത്. നിന്റെ അച്ഛനമ്മക്ക് വാക്കും കൊടുത്തു, നീ തന്നെ അവളെ കെട്ടുവന്ന്. ഞാൻ കൊടുത്ത വാക്കൊരിക്കലും തെറ്റിച്ചിട്ടില്ല. ഇനി അഥവാ നീയായിട്ട് തെറ്റിച്ചാ പിന്നെ അന്ന് തീർന്നു നീ ഞാൻ തമ്മിലുള്ള ബന്ധം. താനും അവനെ നോക്കി പറഞ്ഞിട്ട് തിരിഞ്ഞടന്നു. അവന് നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. കൊറോണ കാരണം സിമ്പിളായിട്ടാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത്. അതിനുശേഷം തനുവും അൻവി അധികം കാണാറില്ലായിരുന്നു. ഫോണിൽ സംസാരിക്കും, 5-10 മിനിറ്റ് മാത്രം. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും അൻവിക്ക് മനസ്സിലായി താൻ തനുവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. അവളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് മനസ്സ് പറഞ്ഞെങ്കിലും തനുവിന്റെ വാക്കുകൾ അനുസരിക്കാൻ തലച്ചോറ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്നാണ് അൻവിയുടെ കല്യാണം. ഈ കല്യാണത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അൻവി മാത്രമാണ് പെണ്ണിനെ കാണാത്തത്. രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായി അൻവിയെയും കൊണ്ട് വീട്ടുകാർ നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തി. കൊറോണ പ്രമാണിച്ച ആളുകളുടെ എണ്ണം പരമാവധി കുറച്ചിരുന്നു. എന്നാൽ അൻവിയുടെ കസിൻസ് എല്ലാം രാവിലെ തന്നെ റെഡിയായി പോകുന്നു. എന്താണെന്ന് വെച്ചാൽ അവരും നമ്മുടെ നായികയെ കണ്ടിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ കേട്ടു പെണ്ണിന്റെ വീട്ടുകാരൊക്കെ നേരത്തെ എത്തിയെന്ന്. അൻവി നേരെ നോക്കിയപ്പോൾ കാണുന്നത് സിൽവർ സാരിയിൽ സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന പെൺകുട്ടിയാണ്. ഓ, അപ്പൊ ഇതാണല്ലോ അവതാരം, അവൻ മനസ്സിൽ പറഞ്ഞു. കാണാനൊക്കെ കൊള്ളാം, നല്ല ചേലുണ്ട്. പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ കുറച്ചു മാറി നിൽക്കുന്ന തനുവിൽ പതിഞ്ഞത്. അവന്റെ കണ്ണുകൾ വിടർന്നു. സാരിയിൽ അവൾ അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. അവൻ ആദ്യമായിട്ടാണ് അവൾ സാരി എടുത്ത് കാണുന്നത്. എപ്പോൾ ഉടുക്കാൻ പറയുമ്പോഴും ഞാൻ ഉടുക്കുകയാണെങ്കിൽ നിന്റെ കല്യാണത്തിന് ഉടുക്കുള്ളൂ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അതോർത്തപ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞു. മുല്ലപ്പൂവൊക്കെ വെച്ച് ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. പെട്ടെന്നാണ് തനു അവനെ നോക്കിയത്. കണ്ണുകൾ പരസ്പരം ഇടഞ്ഞപ്പോൾ അവൾ മനഃപൂർവ്വം നോട്ടം മാറ്റി. എന്നാലും അൻവിക്കിന്റെ കണ്ണുകൾ അവളെ തേടിയെത്തിയിരുന്നു, അവൻ പോലും അറിയാതെ. ഇന്ന് കല്യാണങ്ങൾ കുറച്ച് കൂടുതലാ. കൊറോണ കാരണം എല്ലാവരും രജിസ്റ്റർ മാരേജ് ആക്കിയെന്നാ തോന്നുന്നു. കൂട്ടത്തിൽ ആരോ പറഞ്ഞപ്പോഴാണ് അവന്റെ ശ്രദ്ധ തിരിഞ്ഞ്. ഇനിയിപ്പോ നോക്കി നിൽക്കണ്ട, എല്ലാവരും ആയല്ലോ, വാ. അച്ഛൻ അതും പറഞ്ഞ അൻവിയുടെ കൈ പിടിച്ചപ്പോൾ അവസാന പ്രതീക്ഷ എന്ന പോലെ അവൻ അവളെ നോക്കി. എന്നാൽ അവൾ അപ്പോഴേക്ക് അവന് മുഖം കൊടുക്കാതെ മാറിയിരുന്നു. രജിസ്റ്ററിൽ ആദ്യം സൈൻ ചെയ്ത് മാറുമ്പോഴും ഒരു തുള്ളി കണ്ണുനീർ അവന്റെ കൺകോണിൽ ഒളിച്ച് നിന്നിരുന്നു. ഇനി വധൂപ്പിട്ടോളൂ ആരോ പറയുമ്പോഴും അവന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു. വിലപ്പെട്ട എന്തോ തനിക്ക് നഷ്ടമാൻ പോകുന്നെന്ന ഫീലായിരുന്നു അവന്. ഇനി പരസ്പരം മാറിയിട്ടോളൂ. അവനെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ കണ്ണു തുറന്നു. ഈശ്വര, ഇത് സത്യമാണോ? അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു. മുമ്പിൽ മാലയും പിടിച്ച് തനു. പോത്തെ, എങ്ങനെയുണ്ടടാ എന്റെ 8ന്റെ പണി? അവളൊരു കണ്ണിറുക്കിക്കൊണ്ട് അവനെ നോക്കി, പിന്നെ പതിയെ സൈഡിലേക്കും. അവൾ നോക്കുന്ന കണ്ട് അൻവി അങ്ങോട്ട് നോക്കി. അവിടെ വേറെ ആരാ? ഓൻ തന്നെ, നമ്മുടെ തേപ്പ് കിട്ടി, ഇപ്പൊ ബോധം പോയെന്ന കണക്കിൽ നിൽക്കുവാണ്. നീ ആദ്യം മാലയിട്, ബാക്കി ഞാൻ പതിയെ പറഞ്ഞുതരാം, അവൾ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തനവനെ കൈപ്പിടിച്ച് നമ്മുടെ തേപ്പെട്ടിയുടെ അടുത്തേക്ക് നടന്നു. അൻവിയേട്ടാ, ഏട്ടന് വല്ല ഡ്രസ്സും തേക്കാനൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് കൊടുക്കേണ്ടല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് അൻവിയെ നോക്കി. അവനാണെങ്കിൽ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അന്തം വിട്ട് നിൽപ്പാണ്. അൻവിയേട്ടാ, അവൾ അവനെയും തട്ടി. ആ, നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞതേ, ഇപ്പൊ ഒരു ഏട്ടനെ തേച്ച് പോയി എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ സ്ഥിരം പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, എന്താ അത്? അവള് പോണേ പോട്ടടാ, അവള് പോയ അവളുടെ അനിയത്തിയെ വളക്കാന്ന് അല്ലേ? അവൻ അതേ രീതിയിൽ തലയാട്ടി. അപ്പൊ ഞാനും ഒത്തിരി വിചാരിച്ചുള്ളൂ, ഓൻ പോയ അവന്റെ ചേട്ടൻ എപ്പടി. പിന്നെ നിന്നെ കൊണ്ട് എന്നെ ഏടത്തിയാമെന്ന് വിളിപ്പിക്കുന്നത് എൻ്റെ ഒരു വാശിയായിരുന്നു. നിനക്കുള്ള പണി തരാനിരിക്കുന്നേ ഉള്ളൂ, ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അല്ല, നീ എന്താ വിചാരിച്ചേ? നീ കളഞ്ഞിട്ട് പോയി രമണ നാക്കുളുക്കി ഈ തൻവി കെട്ടി തൂങ്ങി ആടുന്നു. അതൊക്കെ പണ്ട്, ഇപ്പൊ പണി അതുക്കും മേലെയാണ്. തന്നെ നമ്മുടെ രാജുവേണ്ട സ്ത്രീയിൽ പറഞ്ഞുകൊണ്ട് അൻവിയുടെ തോളിലേക്ക് ചാഞ്ഞു. പിന്നീട് തിരക്കോട് തിരക്കായിരുന്നു. അൻവിയുടെ കസിൻസും തനുവിന്റെ കസിൻസും സെൽഫി എടുപ്പും കത്തിവെക്കലൊക്കെയായി നേരം പോയി. രാത്രി ഒരു ഗ്ലാസ് പാലും കൊടുത്ത് പതിവുകളൊന്നും തെറ്റിക്കാതെ അവളെല്ലാവരും കൂടെ അൻവിയുടെ റൂമിലേക്ക് തള്ളിവിട്ടു. കല്യാണത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് അപ്പോഴും നമ്മുടെ കഥാനായകന് മുക്തി നേടിയിരുന്നില്ല. ഹലോ, എന്തു പറ്റി? എന്തോ പോയ ആരെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. അത് കേട്ട് അവനെ അവളെ നിന്ന് കൂർപ്പിച്ച് നോക്കി. വല്ലാത്തൊരു ഭാവമായിരുന്നത്. പതിയെ അവൾ അടിമുടി നോക്കി അവളുടെ അടുത്തേക്ക് നടന്നു. അവന്റെ നോട്ടം അടുത്തേക്കുള്ള വരവും കണ്ടപ്പോൾ അവൾക്ക് ആദ്യമായി എന്തെന്നില്ലാത്ത പരവേശം തോന്നി. എന്താ? വിയർപ്പ് തുള്ളികൾ അവളുടെ ചെന്നിയിലൂടെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. പാലൊക്കെ ഉണ്ടല്ലോ. ആദ്യ രാത്രിയല്ലേ, ആചാരങ്ങളൊന്നും മുടക്കണ്ട. അൻവിക്ക് ഒരു കള്ളച്ചിരിയോടെ അവളുടെ കയ്യിൽ നിന്ന് പാലലാസ് വാങ്ങി താഴെ വെച്ചു. തനുവിന് വല്ലാതെയായി. അവൾ മുഖം കുനിച്ചു. അൻവിക്ക് അവളുടെ കയ്യിൽ പിടിച്ചു മുഖം അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു. പെണ്ണ് നാണം കൊണ്ട് ചുമന്നു. പെട്ടെന്ന് അവൻ അവളുടെ കൈ പിടിച്ച് തിരിച്ച് തന്നോട് ചേർത്ത് പിടിച്ചു. മിണ്ടരുത് നീ,
വായ തുറന്ന് നിന്റെ മറ്റേ കൈയും കൂടി ഞാൻ തിരിച്ചൊടിക്കും. ഇത്രയും നേരം മനുഷ്യനെ തീ തീറ്റിച്ചിട്ട് അവളുടെ ഒടുക്കത്തൊരു പണി. നീ ആരടി പുള്ളേ? ഞാനടിച്ച ടെൻഷന് കയ്യും കണക്കില്ല, അതറിയോ നിനക്ക്? അതെങ്ങനെയാ? നിനക്ക് പ്രതികാരമല്ലേ? അവനവിടെ കൈവിട്ട് വാതിൽ തുറന്ന ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവൻ ദേഷ്യപ്പെട്ടു പോയതാണെന്ന് അവൾക്ക് മനസ്സിലായി. തനു പുറത്തേക്ക് ചെല്ലുമ്പോൾ അൻവി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവൾ അവൻ്റെ അരികിലായി നിന്നു. അൻവി. അവൻ്റെ അനക്കില്ലാതായപ്പോൾ അവൾ വീണ്ടും വിളിച്ചു. അവൻ ചെരിഞ്ഞു നോക്കി. വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ. നീ വിചാരിച്ചോ ഞാൻ പ്രതികാരത്തിന് വേണ്ടിയാണ് നിന്നെ കെട്ടിയെന്ന്? നീ പ്രണയിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു. പറഞ്ഞില്ല എന്നത് സത്യം തന്നെ. അവൻ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നീ എതിർക്കുന്നു വിചാരിച്ചു. അതുണ്ടായില്ല. പലപ്പോഴും നിന്റെ കണ്ണുകൾ എന്നുള്ള പ്രണയം ഞാൻ കണ്ടിട്ടുണ്ട്. അവനെന്നെ ഇട്ടിട്ട് പോയാലും നീ എന്നെ കാണാൻ വന്നപ്പോൾ നിന്റെ കണ്ണുകളിൽ സങ്കടത്തേക്കാളോ ദേഷ്യത്തെക്കാളോ അധികം ഞാൻ കണ്ടത് ആശ്വാസമായിരുന്നു. നഷ്ടപ്പെട്ട എന്തോ തിരിച്ചു കിട്ടിയ ആശ്വാസം. പിന്നെ നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു. ഇത്രയും നാളും തുറന്നു പറയുന്ന എൻ്റെ ഒരു പണിയായിട്ട് കൂട്ടിയാൽ മതി ഇത്. തനു കണ്ണിറുക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു അൻവി. പൊന്നുമോളെ, നീ അവനിട്ട് കൊടുത്ത 8ന്റെ പണിയാണെങ്കിൽ ആ പണി എനിക്കിട്ടാണോടി കിട്ടിയത്. ഇതൊരു 1.5 പണിയായിപ്പോയി. അപ്പൊ എങ്ങനെയാ മോളെ, തുടങ്ങല്ലേ? അവളെ നിങ്ങളും പറയുന്നതിന് മുമ്പ് അൻവി അവളെ തൂക്കി തോളിലേക്ക് ഇട്ട് അകത്തേക്ക് നടന്നിരുന്നു. അവളുടെ ശരിയലകൾ അവിടെ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. അവരങ്ങനെ പരസ്പരം പണി കൊടുത്തും മറ്റുള്ളവർക്ക് പണി കൊടുത്തും വാങ്ങിയും ജീവിക്കട്ടെ. കലിപ്പന്റെ കാന്താരിയായി. എന്നാ പിന്നെ നമുക്കങ്ങ് വിട്ടാലോ? ആദ്യരാത്രിയല്ലേ, എത്തി നോക്കേണ്ട. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.